സാർ, KPCC അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളെല്ലാം തന്നെ ഒരു വശത്ത് തുടരുകയാണ്. ഇപ്പോഴും വ്യക്തമായൊരു ഉത്തരം കിട്ടിയിട്ടില്ല. താൻ തന്നെ തുടരും, ഹൈക്കമാൻഡ് തന്നെ മാറ്റില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ സുധാകരൻ തുടരുന്നുണ്ട്. മാത്രമല്ല, യുവ നേതാക്കളെല്ലാം തന്നെ അതിനെതിരെ വരുന്നുണ്ട്. ഇപ്പോൾ ആകെ മൊത്തത്തിലൊരു പുകമറയാണ്. എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് KPCC സംബന്ധിച്ച്? ഈ പുക നിങ്ങൾ ഇട്ട് കഴിഞ്ഞാലേ പുകമറ തന്നെ ഉണ്ടാവും. ഇവിടെ സംഭവിച്ചത് ഹൈക്കമാൻഡ് ഒരു പുകയ്ക്കുള്ള വകുപ്പ് ഇട്ട് കൊടുക്കുകയാണിത്. ഒരു യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ ജനറലിനെ മാറ്റുന്നു. അതും മത അടിസ്ഥാനത്തിലാണെങ്കിൽ എങ്ങനെ ഇരിക്കും? അതെ, പാകിസ്ഥാനിൽ ആസിം മുനീറിൻ്റെ ഒരു വിരോധമുള്ള ഒത്തിരി പേരുണ്ട്. അദ്ദേഹം ഇപ്പോൾ ചെയ്തത് അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥ താല്പര്യത്തിനായിരുന്നു. ഇന്ത്യ ആയിട്ടൊരു ഫൈറ്റിന് പോകണ്ടെന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. പൊളിറ്റിക്കൽ സൈഡിലുണ്ട്, ആർമിയിലുണ്ട്. പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ആർമി ചീഫ് സ്ഥാനത്ത് നിന്ന് മാറ്റാത്തത് എന്തുകൊണ്ടാണ്? അവിടെ ഒരു യുദ്ധസന്നാഹത്തിൽ നിൽക്കുമ്പം ചീഫിനെ മാറ്റിയാൽ അതിനേക്കാൾ വലിയ ഭവിഷ്യത്തുണ്ടാവും. ഇപ്പോൾ KPCCയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വലിയൊരു ഭവിഷ്യത്തിൽ നിൽക്കുന്ന ഒരു യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അവർ ഇത്തരത്തിലുള്ള ഭവിഷ്യത്തുകൾ വരുത്തി വയ്ക്കാൻ പാടില്ലായിരുന്നു. കാരണം എന്താണ് ഇവരുദ്ദേശിക്കുന്നത്? ആൻഡോ ആൻ്റണിയെ KPCC പ്രസിഡൻ്റ് ആക്കിയാൽ ഇവിടുത്തെ ക്രിസ്ത്യാനികളെല്ലാം ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നതാണോ? കോൺഗ്രസിൻ്റെ അവസ്ഥ ഇന്ന് അതല്ല. കോൺഗ്രസിൽ വന്നു പെട്ടിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ യഥാർത്ഥ അവസ്ഥ ഹിന്ദു വോട്ടുകളാണെന്ന് അവരുടെ കയ്യിൽ നിന്ന് പോയിരിക്കുന്നത്. ക്രിസ്ത്യൻ വോട്ടുകൾ പാർഷ്യലായിട്ട് പോലും പോയിട്ടില്ല. കാരണം ക്രിസ്ത്യാനികൾ ഇപ്പോഴും കോൺഗ്രസിനെ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന ആർക്കും അറിയാം. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ഇതിനൊരു കാരണമായിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ഒരു കാരണം. രണ്ടാമത്തെ കാരണം, ക്രിസ്ത്യാനികൾ ഇപ്പോഴും കോൺഗ്രസിനെ വിട്ടു പോയിട്ടില്ല. ഒരു ചെറിയ വിഭാഗം BJPയോടൊപ്പം പോയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അതിന് തന്നെ കാരണം കോൺഗ്രസിൻ്റെ നിഷ്ക്രിയത്വം കൊണ്ടാണ്, കോൺഗ്രസിൻ്റെ പോളിസി ഇല്ലായ്മ കൊണ്ടാണ്. ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഒന്നാമത് വേണ്ടത് പോളിസി, രണ്ടാമത് അതിൻ്റെ ലീഡേഴ്സിന് ഒരു പ്രിൻസിപ്പിൾ. പോളിസിയും പ്രിൻസിപ്പിളും ഇല്ലാത്ത ആരെയും ആരും അക്സെപ്റ്റ് ചെയ്യില്ല. അവിടെയാണ് പ്രശ്നം. അതുപോലെ തന്നെ നമ്മുടെ ആശയങ്ങൾ വ്യക്തമായി പറയാൻ കഴിയുന്ന ലീഡേഴ്സ് വേണം. ഇപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു അസാധാരണ ശക്തിയുള്ള ഒരു ലീഡർ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് നേരിടണമെങ്കിൽ അതിനേക്കാൾ കരുത്ത് അല്ലെങ്കിൽ അതോടൊപ്പം വെല്ലുവിളിക്കാൻ കഴിവുള്ള ഒരു ലീഡർ തന്നെ വേണം. ആ ലീഡറായിട്ട് ഒരുപക്ഷെ ഇന്ന് പറ്റുന്ന ഒരാൾ സുധാകരനാണ്, അല്ലെങ്കിൽ മുരളീധരനാണ്. ഇത് ഏത് കോൺഗ്രസ്സുകാരനും അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. അതിൽ ജാതി മതം നോക്കരുത്. നമ്മൾ യുദ്ധത്തിനിറങ്ങുമ്പോൾ ഏറ്റവും ധീരനായ, ഏറ്റവും കളി അറിയാവുന്ന, യുദ്ധം അറിയാവുന്ന, പയറ്ററിയാവുന്നവനെ മുമ്പിൽ നിർത്തണം. അങ്ങനെ നിർത്തുകയാണെങ്കിൽ സുധാകരൻ തന്നെയാണ് പറ്റിയതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം കണ്ണൂരിലെ കളി പുള്ളിക്ക് അറിയാം, മലബാറിലെ കളി അദ്ദേഹത്തിന് അറിയാം, രാഷ്ട്രീയ കളി. അത് കഴിഞ്ഞാൽ പറ്റിയ ഒരാൾ മുരളീധരനാണ്. സാധാരണഗതിയിൽ കേരളത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത്, കേരളത്തിൽ നല്ല എവിടെയും കണ്ടിട്ടുള്ളത്, മന്ത്രിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു മതപ്രാതിനിധ്യമോ സാമുദായിക പ്രാതിനിധ്യമോ ജാതി പ്രാതിനിധ്യമൊക്കെ നോക്കുന്നത് മന്ത്രി ആരെന്ന് വരുമ്പോഴാണ്. കാരണം അപ്പോഴാണ് നമുക്കൊരു ഷെയർ കിട്ടിയില്ല എന്നൊക്കെ പലരും. ഇത് പാർട്ടി സ്ഥാനത്തിന് ഇങ്ങനെ വർഗീയമായും ഒക്കെ ചിന്തിച്ചു തുടങ്ങിയാൽ ആ പാർട്ടി എവിടെ പോയി നിൽക്കും? ഇപ്പം അറിയുന്നത് ഒരു മുസ്ലിം പ്രാതിനിധ്യം കൂടുതലുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് ഇപ്പോൾ ഇലക്ഷൻ നടക്കാൻ പോകുന്നത്. അവിടെ ആ മുസ്ലിങ്ങളുടെ വോട്ട് പോലും പിടിച്ചു നിർത്താൻ പറ്റുന്ന വിധത്തിലുള്ള നീക്കമല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്രിസ്ത്യാനിക്ക് മെജോറിറ്റി കൊടുക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? അവിടെ അത് പ്രതിപക്ഷത്തിന് നല്ലപോലെ യൂസ് ചെയ്യാനുള്ളൊരു ഉപകരണമായി തീരും. പക്ഷേ നമ്മൾ ഇവിടെ കാലത്തിനനുസരിച്ചുള്ളൊരു മാറ്റം വേണമെന്നാണ് പറയുന്നത്. മാത്രമല്ല, ഈ മുതിർന്ന നേതാക്കളെ തിരുത്താൻ വേണ്ടിയുള്ള യുവ നേതാക്കളും ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ പറയുമ്പോൾ വരാൻ പോകുന്നത് അങ്കണവാടി തെരഞ്ഞെടുപ്പല്ല, അനിവാര്യമായ മാറ്റങ്ങൾ വേണമെന്നൊക്കെ പറയുന്നത്. മാത്രമല്ല, അവരും ആശങ്കയിലാണ്, പ്രവർത്തകരുടെ മനോവീര്യം കെടുത്തുന്നു എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം എപ്പോഴും നമുക്ക് തലവേദന, ഹൈക്കമാൻഡിന് എപ്പോഴും തലവേദന ആകുന്നത് പ്രത്യേകിച്ച് കേരളത്തിലെ കാര്യം വരുമ്പോഴാണ്. നമ്മൾ മാധ്യമ സ്ഥാപനങ്ങളിൽ ഇപ്പം നമ്മൾ രാവന്തിയോളം നോക്കും. ഇപ്പോൾ പ്രഖ്യാപനം സിനിമയിലെ തേങ്ങ ഉടക്കിയ സ്വാമി എന്ന് പറയും പോലെ പലപ്പോഴും അതൊക്കെ ഞെട്ടിക്കുന്ന തരത്തിലൊക്കെ ചിലപ്പോൾ അർദ്ധരാത്രിയൊക്കെ ആയിരിക്കും വരുന്നത്. എന്നാലും ഈ ഒരു ആശങ്ക ഇപ്പോഴും പാർട്ടിയിലൊരു ഘടനയില്ലായ്മ, ആ ഒരു ഇത് വരുമ്പോൾ തന്നെ സാധാരണ ജനങ്ങളുടെ മനോവീര്യം, ഇപ്പോൾ പാർട്ടി പ്രവർത്തകരുടെ അല്ല, സാധാരണ ജനങ്ങളുടെ, ഇവരാണോ പ്രതിപക്ഷമെന്ന് നമുക്ക് ആശങ്കപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നുണ്ട്. ഇവിടെ അനിവാര്യമായ ഒരു മാറ്റം, എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് നിൽക്കേണ്ട ഒരു സമയമല്ലേ ഇവിടെ? തീർച്ചയായിട്ടും കോൺഗ്രസിൽ ഇപ്പോൾ പറ്റിയിരിക്കുന്ന കുഴപ്പം അതാണ്. കോൺഗ്രസിൽ ആ DCC ഓഫീസ്, കോഴിക്കോട് DCC ഓഫീസിൻ്റെ ഉദ്ഘാടനത്തിന് നമ്മൾ കണ്ടില്ലേ? ആദ്യം ഈ പെൻഗ്വിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ ഇതിൽ ആദ്യം പെൻഗ്വിൻ
ഐസ്ബർഗിൻ്റെ മുകളിൽ നിൽക്കും. എന്നിട്ട് ഈ വെള്ളത്തിലേക്ക് ചാടാനായിട്ട് ഓരോരുത്തരെ ഇങ്ങനെ തള്ളും. ഏതാണ്ട് അതേപോലത്തെ ഒരു സീനാണ് നമ്മൾ ആ DCC ഓഫീസിൻ്റെ ഉദ്ഘാടനത്തിന് കണ്ടത്. ആദ്യം മുന്നിലോട്ടിങ്ങനെ വന്നുകൊണ്ടിരുന്ന സുധാകരനെ പിടിച്ച് പുറകോട്ട് തള്ളുന്നു. അതിനുശേഷം VD സതീശൻ രംഗത്ത് വരുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനെ ആരാണ്ട് തള്ളുന്നു. അതിനിടയ്ക്ക് രമേശ് ചെന്നിത്തല വരുന്നു. അതിന് മുമ്പായിട്ട് രമേശ് ചെന്നിത്തല വരുന്നു. അദ്ദേഹത്തിന് പിന്നെ ആരൊക്കെ തള്ളുന്നു. ഈ സീനുകൾ അതിനിടയ്ക്ക് KC വേണുഗോപാൽ അവിടെ പ്രത്യക്ഷമായിട്ട് അവിടെ നിർണായക സ്ഥാനത്ത് നിൽക്കുന്നു. ഇത് തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിലേക്കുള്ള തള്ളിൻ്റെയും വക്താക്കൾ ഇതൊക്കെ തന്നെയാണ്. 4 പേര് ഒരേപോലെ ഇതിൽ ടോപ്പിലെത്താൻ വേണ്ടി മത്സരിക്കുകയാണ്. പക്ഷെ അതിന് മുമ്പായിട്ട് നമ്മൾ 71 സീറ്റെങ്കിലും പിടിക്കണ്ടേ? 140-ൽ 71 സീറ്റ് വന്നാലേ പിന്നെ നമുക്ക് ഇതിൽ മത്സരിക്കാൻ ഒക്കുള്ളൂ. ആ ചിന്താഗതി വരുന്നില്ല എന്നുള്ളതാണ്. ഇത് കോൺഗ്രസ് നേതൃത്വത്തിനും ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്പീച്ച് താങ്കൾ പറയുന്നു വലിയ വാചകമാണെന്ന്. കൊച്ചുവായിൽ വലിയ വാചകമാണ് പറഞ്ഞത്. നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ ശരിയാണെന്ന് തോന്നും. പക്ഷേ ഇത് VD സതീശൻ്റെ ശബ്ദമായിരുന്നു എന്നാണ് കോൺഗ്രസ്സിലെ പലരും ഇപ്പോൾ പറയുന്നത്. ഇത് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടമാണെങ്കിലും ഇത് പറഞ്ഞ ഇപ്പോൾ VD സതീശന് ഇത് പറയാൻ ഒക്കില്ല. പറഞ്ഞാൽ വീണ്ടും വേറെ വ്യാഖ്യാനം വരും. അതുകൊണ്ട് VD സതീശൻ്റെ മൗത്ത് പീസായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് പറഞ്ഞതെന്നാണ് പല കോൺഗ്രസ്സുകാരും നിരീക്ഷിക്കുന്നത്. പക്ഷേ പാർട്ടി എന്ന മുതിർന്നവർ മാത്രമല്ല, യുവാക്കൾക്കും അവർക്ക് അവരുടേതായ ആഗ്രഹങ്ങളില്ലേ, അവരുടെ ഒരു വോയിസ് ആയിട്ടല്ലേ നമുക്കിത് കണക്കാക്കേണ്ടത്. അവരുടെ വോയിസ് ആയിട്ടാണ് പിന്നെ പുറമേ വന്നതെങ്കിലും ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഉണ്ട് എന്നുള്ളതാണ് കോൺഗ്രസ്സിലെ പടലപ്പണക്കത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ബോധ്യമായിട്ടുള്ളത്. പറഞ്ഞത് സത്യം തന്നെയാണ്. യുവാക്കൾക്ക് അത് ഇൻസ്പയർ ചെയ്യുന്നതുമാണ്. പക്ഷേ അതിൻ്റെ മൗത്ത് പീസ് ആരാണ് എന്നുള്ളത്, ബിഹൈൻഡ് ദ സ്ക്രീൻ ആരാണ് മൗത്ത് പീസ് എന്നുള്ളത് ഇപ്പോൾ കോൺഗ്രസ്സിനകത്ത് ചർച്ചയാണ്. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് കോൺഗ്രസ്സിനകത്ത് പരസ്പരം ഒരു വിശ്വാസ്യത ഇല്ല. നമ്മൾ ഈ കസേര കളി പോലെയാണ്. ആ കസേര കളിയിൽ ഓരോരുത്തരും കസേര മാത്രം നോക്കിക്കൊണ്ട് കറങ്ങുകയാണ്. അങ്ങനെ ഓടിയാൽ പിന്നെ നമുക്ക് കസേര കളിയിൽ അത് പറ്റും, കസേര മാത്രം നോക്കിയാൽ മതി. പക്ഷേ ഇവിടെ നമ്മൾ ആദ്യം കസേരയ്ക്ക് അടുത്തെത്താനായിട്ട് 71 എന്നുള്ള മാന്ത്രിക നമ്പറിലേക്ക് എത്തണം. അത് കഴിഞ്ഞില്ലെങ്കിൽ പാടാം. അപ്പോൾ അതിന് നഷ്ടപ്പെട്ടിരിക്കുന്ന ഹിന്ദു വോട്ടുകൾ അവർക്ക് ഇനി തിരിച്ചു പിടിക്കാൻ പറ്റുമെന്നാണ് നോക്കേണ്ടത്. CPM-ന് അധികം ഹിന്ദു വോട്ട് നഷ്ടപ്പെട്ടിട്ടില്ല. അവരുടെ ബേസ് ഇപ്പോഴും ഹിന്ദു വോട്ടിൽ ഉള്ള ബേസ് അവർക്ക് നിൽപ്പുണ്ട്. ഇപ്പോൾ കുറച്ച് ഹിന്ദു വോട്ടുകൾ കൂടുതൽ പിടിച്ചിരിക്കുന്നത് BJP-യാണ്. കഴിഞ്ഞ തവണത്തെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് മുതൽ ഒരു 20% അവരെത്തി നിൽക്കുകയാണ്. ആ ഹിന്ദു വോട്ടുകൾ പോയതിൽ അധികവും കോൺഗ്രസിൽ നിന്നാണെന്നുള്ളതാണ് സത്യം. അത് കോൺഗ്രസ് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് വേറൊരു ദുരന്തം. ഇപ്പോൾ ഇവരിപ്പോൾ ഒരു ക്രിസ്ത്യാനിയെ കൊണ്ടുവന്ന് ആൻ്റണിയെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചാൽ എന്താണ് നേട്ടമുണ്ടാകുന്നത്? ആൻ്റണി അല്ല, സാക്ഷാൽ ആൻ്റണി APC പ്രസിഡൻ്റ് ആയാലും ഇന്നത്തെ സാഹചര്യത്തിൽ ക്രിസ്ത്യൻ വോട്ടുകളുള്ള വോട്ടുകൾ കോൺഗ്രസ്സിന് കിട്ടും. അത് ആ ഒരു സ്ഥാനം നോക്കിയല്ല വോട്ട് ചെയ്യാൻ പോകുന്നത്. കോൺഗ്രസ്സിനൊരു പോളിസിയുണ്ട്. ആ പോളിസി തങ്ങൾക്ക് അനുകൂലമാണ് എന്ന് തോന്നുന്ന ക്രിസ്ത്യാനികൾ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇപ്പോഴും. അവരെല്ലാം BJP-യിലൊന്നും പോയിട്ടില്ല. അതൊരു മുനമ്പം വന്നുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് മാറിയില്ല. അത് അവകാശം മാറുന്ന ഒരു കേസാണ്. അത് ആ മാറ്റം വരുന്നുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിന് പറ്റിയ നയം അവർ സ്വീകരിക്കുകയാണ് വേണ്ടത്. മറ്റൊരു ഒഴുക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ ഇപ്പോൾ കോൺഗ്രസിന് ഒരു നിലനിൽപ്പ് ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ BJP-യിലേക്ക് കൂടുതൽ വോട്ടുകൾ മാറുന്നുണ്ട്. ഇതിപ്പോൾ കൂടുതൽ പ്രശ്നമാവും. കാരണം എന്തറിയാമോ, വീണ്ടും ഇവർ മുസ്ലിം ലീഗ് അവിടെ ഡോമിനൻസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് UDF-ൽ. അതിന് പുറമെ ക്രിസ്ത്യനും ഇപ്പോൾ ഡോമിനൻസ് ഉണ്ടെന്ന് പറഞ്ഞ രീതിയിലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഉള്ള ഹിന്ദു വോട്ടുകൾ കൂടെ പോകാനേ ഇത് ഉപകരിക്കുള്ളൂ. 4 ഹിന്ദു വോട്ട് മുരളീധരൻ്റെ കെയർ ഓഫിലോ സുധാകരൻ്റെ കെയർ ഓഫിലോ അല്ലെങ്കിൽ അങ്ങനെ VD സതീശൻ ഇങ്ങനെയൊക്കെ ഉള്ളൊരു നിപ്പുണ്ടെന്ന് വിചാരിച്ചിട്ട് നിഷ്പക്ഷതയിൽ നിൽക്കണമെന്ന് വിചാരിക്കുന്ന ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഐക്യത്തിൽ നിൽക്കണമെന്ന് വിചാരിക്കുന്ന കുറേ ഹിന്ദുക്കളുണ്ട്. ആ ഹിന്ദുക്കളുടെ വോട്ട് കുറേ മാർക്സിസ്റ്റ് പാർട്ടിയാണ് കൊണ്ടുകൊണ്ടിരിക്കുന്നത്, കുറേ പിന്നെ കോൺഗ്രസ്സിനുമുണ്ട്. അത് ചോർന്ന് വീണ്ടും അത് BJP-ക്ക് പോകുന്ന അല്ലെങ്കിൽ കോൺഗ്രസ്സിന് പോകുന്ന അവസ്ഥയിലേക്കാണ് വരുന്നത്. ഇത് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അതിന് അവർ തന്നെ അവരൊരു നായകനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു തോന്നൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉണ്ടാകും. നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ അതിനപ്പുറത്ത് പിണറായി എന്നൊരു ഫാക്ടറുണ്ട്. ഇവിടെ ഉമ്മൻചാണ്ടി മരണപ്പെട്ടതോടെ കോൺഗ്രസ്സിൽ അതിനുശേഷം ഒരു നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഫാക്ടർ ഇല്ല. എല്ലാ കാലത്തും നമുക്ക് കോൺഗ്രസിന് എല്ലാ പാർട്ടികൾക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇല്ലാന്നൊരു. എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു നായകൻ ഉണ്ടാകുന്നത്? ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുകയല്ല, ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ മുന്നിട്ടിറങ്ങുന്നവൻ ജനകീയനാകണം. ജനകീയനാകുമ്പോൾ തനിയെ ജനങ്ങൾ തിരഞ്ഞെടുക്കുകയാണ്. ഇന്ന് അവൻ ജയിലിൽ കിടന്നാലും ആൾ തിരഞ്ഞെടുക്കും. അവിടെ പോയി വോട്ട് പോലും ചോദിക്കണ്ട. പിണറായി വിജയൻ എന്ന അധികായൻ ഒരു കോൺഗ്രസ് നേതാവിനെ അയാളെ ജനകീയ പ്രശ്നങ്ങൾ ഉന്നയിച്ചതിൻ്റെ പേരിൽ നമ്മുടെ
പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് പല വിധത്തിലുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിച്ച് അടച്ചിട്ടു എന്ന് വിചാരിക്കുക. അവിടെ കിടന്ന് ഒരു പിന്നെ നോമിനേഷൻ പേപ്പർ ഒപ്പിട്ട് കൊടുത്തിട്ട് അവിടെ കിടന്നാൽ മതി, വൻപിച്ച ഭൂരിപക്ഷത്തോടെ അയാൾ ജയിക്കും. എന്തുകൊണ്ടാണ്? എൻ്റെ പ്രശ്നത്തിന്, മലയോര കർഷകൻ്റെ പ്രശ്നത്തിനാണ് നിന്നത്. ജനങ്ങളുടെ കടുവ പിടിച്ച് തിന്നുന്നതിനെതിരെ ആണ് അദ്ദേഹം പോരാടിയത്. അല്ലെങ്കിൽ നാട് നീളെ പേപ്പട്ടി ഇറങ്ങി നടക്കുന്നതിന് എതിരെ ശബ്ദമുയർത്തി. ഇപ്പോൾ സുധാകരൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞല്ലോ, അതാണ് നമ്മൾ പഠിക്കേണ്ടത്. APC പ്രസിഡന്റ് ചുമ്മാ പറഞ്ഞതാണ്, ഏതോ ഒരു പാസിംഗ് ഷോട്ട് പോലെ പറഞ്ഞതാണ്. ഇവിടെ തെരുവിൽ ആളെ പട്ടി കടിക്കുന്നു, പിന്നെ വാക്സിൻ ചെയ്ത് ആശുപത്രി കൊണ്ടുപോകുമ്പോൾ വാക്സിനും ഇട്ട് കൊല്ലുന്നു. ഇതാണ് നടക്കുന്നത്. ഇതുപോലെ പറയാനുള്ള കഴിവുള്ള നേതാക്കളെ ആണ് വേണ്ടത്. വെറും ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. KPC പ്രസിഡന്റ് ആകുന്ന ആളിൻ്റെ ഫോട്ടോ കണ്ടാൽ പ്രവർത്തകർക്ക് തിരിച്ചറിയാൻ പറ്റണമെന്ന് മുരളീധരൻ പറഞ്ഞു. ആ സ്റ്റേറ്റ്മെൻറ്റ് എത്ര വലിയ സ്റ്റേറ്റ്മെൻറ്റാണ്. അങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റുകൾ അടിക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട്? അങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റുകൾ അടിക്കാൻ കഴിയുന്ന ഒരാളിനെ ജനമനസ്സിൽ നിൽക്കാൻ കഴിയുള്ളൂ. അത് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കണം. കോൺഗ്രസ്സിന് ക്രിസ്ത്യൻ നേതാക്കൾ ഇല്ലാതെ പോയ AK ആന്റണി, ഉമ്മൻചാണ്ടി ഇങ്ങനെയുള്ള നേതാക്കൾ ഈ പാർട്ടിയിലുണ്ടായിരുന്നില്ലേ? എന്തുകൊണ്ട് ഇല്ലാതായിപ്പോയി? ഇല്ലാതായിപ്പോയത് ശരിക്കും അവർ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? അവർ മധ്യ തിരുവിതാംകൂറിൽ ഈ കേരള കോൺഗ്രസ് അങ്ങ് വിട്ടുകൊടുത്തു. അതാണ് പറ്റിയത്. അല്ലെങ്കിൽ അവിടുന്ന് തനിയെ ഒരു ക്രിസ്ത്യൻ നേതാവ് ഉയർന്നു വന്നേനെ കോൺഗ്രസ്സിൽ. ഈ KM മാണിക്കും PJ ജോസഫിൻ്റെയും പുറകിൽ നിൽക്കുന്ന കുറേ ആളെ അവർ കുറേ നാളായിട്ട് പുറകിൽ നിൽക്കുന്നവരാക്കി കോൺഗ്രസ്സുകാരെ മാറ്റി. അതോടുകൂടി കോൺഗ്രസിൻ്റെ ആ ഭാഗത്തു നിന്നുള്ള ഒരു ക്രിസ്ത്യൻ നേതാവ് വളർന്നു വരുന്നതിനുള്ള സ്കോപ്പ് കളഞ്ഞത് അവർ തന്നെ കളഞ്ഞതാണ്. നമുക്കിങ്ങനെ എഴുതി വെച്ച് ഇങ്ങനെ പടം കാണിച്ചാൽ നേതാവില്ല. അതിന് ജനങ്ങളിൽ നിന്ന് വളർന്നു വരണം. അത് ഒരു തന്നെ പിന്നിൽ നിർത്തിയാലും വരില്ല. KM മാണിയുടെയും PJ ജോസഫിൻ്റെയും പുറകിൽ നിർത്തിയിട്ട് പിന്നെ കോൺഗ്രസ്സിലെ നേതാക്കളെ നിർത്തിക്കഴിഞ്ഞാൽ അവർ അതിൻ്റെ ഷാഡോ ആയിട്ടേ നിൽക്കുള്ളൂ. അതിനെ വെട്ടി മുന്നോട്ട് വരുന്ന ഒരു നേതാവിനെ അവിടെ സൃഷ്ടിക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല. അവിടെയാണ് പ്രശ്നം. ഇങ്ങനത്തെ അടിസ്ഥാന പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു AICC വക്താവും ഹൈക്കമാൻഡും ഒക്കെയാണ് വേണ്ടത്. ഹൈക്കമാൻഡ് എനിക്ക് തോന്നുന്നു ഇന്ദിരാഗാന്ധിക്ക് ശേഷം സ്വന്തമായ ഡിസിഷൻ എടുക്കാനുള്ള ഒരു ഹൈക്കമാൻഡ് ഉണ്ടോ എന്ന് എനിക്ക് സംശയം. ആരുടെയൊക്കെ ഉപദേശം കേട്ട് ആ ഉപദേശങ്ങൾക്കനുസരിച്ച് അങ്ങനെ ഉപദേശം കേട്ട് രാഷ്ട്രീയം കളിക്കാൻ പറ്റില്ല. ഇന്ദിരാഗാന്ധി എന്തുകൊണ്ടാണ് പിടിച്ചു നിന്നത്? 22ാമത്തെ വയസ്സിൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൽ പോയി ജയിലിൽ കിടന്നു. ഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും പട്ടേലിൻ്റെയും ജിന്നയുടെയും കാമരാജിൻ്റെയും ഒക്കെ ഒപ്പം കിടന്ന് രാഷ്ട്രീയം കളിച്ച് ഇന്ത്യയിൽ പ്രതികൂല സാഹചര്യങ്ങളെ മുഴുവൻ അതിജീവിച്ച് വന്ന ഒരു പ്രധാനമന്ത്രിയാണ്. ആ പ്രധാനമന്ത്രിയിൽ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. പക്ഷേ ഗ്രൗണ്ട് ഇറങ്ങി കുറച്ചുകൂടെ കളിക്കുന്ന ഒരാൾ ഇപ്പം നമുക്ക് വേണ്ടപ്പോൾ സുധാകരൻ്റെ പേര് പറയാം. ഗ്രൗണ്ട് അറിയണമെങ്കിൽ ഗ്രൗണ്ടിൽ ഇറങ്ങണമെന്നേ. ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്ന കോൺഗ്രസ്സുകാരുണ്ടെങ്കിൽ അവർക്കറിയാം. പക്ഷേ തഴക്കവും പഴക്കവും മാത്രം മതി. നമുക്ക് പുതിയ ചിന്തകൾ, യുവചിന്തകൾ കൂടെ വേണ്ടേ ഇതിനകത്ത്? ഇല്ല, യുവചിന്തകൾ യുവാക്കൾ ഇറങ്ങണമെന്നേ. യുവാക്കൾ വരുന്ന അവരിപ്പോൾ നേരത്തെ പറയുന്ന പോലെ ഇപ്പൊ യുവ നേതൃത്വം നല്ലതാണ്. ഞാൻ നോക്കിയിട്ട് യൂത്ത് കോൺഗ്രസിന്റെ യുവ നേതൃത്വം ഉശിരനാണ്. DYFഐയേക്കാൾ നല്ല ഉശിരൻ നേതാക്കൾ ഇന്ന് ഇലക്ഷനിലെ റിസൾട്ടുകളിൽ അത് പ്രതിഫലിച്ചു. ഇലക്ഷൻ അതുകൊണ്ടല്ലേ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ ജയിച്ചത്. ഷാഫി ജയിച്ചത് അതുകൊണ്ടല്ലേ. എന്തിന് പിന്നെ നമ്മുടെ തോറ്റുപോയെങ്കിലും പാലക്കാടത്തെ പിന്നെ ബൽറാം VT ബൽറാം അവരൊക്കെ അബിൻ വർക്കി ഇവരൊക്കെ ഉഗ്ര നേതാക്കളാണ്. അവരെയൊക്കെ ഇവർ മാറിക്കൊടുത്തിട്ട് അവർക്ക് കൊടുത്താലും അവർ കളിച്ചോണ്ട് പോകും. അത് പറ്റും. പക്ഷെ ഇവിടെ ഹൈക്കമാൻഡുമായിട്ടൊരു ലിങ്ക് നേരിട്ട് ഇവർക്ക് കിട്ടുന്നില്ല. അതിന് ഇപ്പം വഴിമുടക്കികളായിട്ട് ഇപ്പോൾ ഇങ്ങനെ കുറച്ച് മുതിർന്ന ഇവരുണ്ടെന്നുള്ള രീതിയിലാണ് പറയാതെ അവർ പറയുന്നതായിട്ട്. ഇന്ത്യയിൽ ഡെമോക്രസി ഉണ്ടെങ്കിലേ നമുക്ക് ടോപ്പിൽ നേതാക്കളും ബോട്ടം നില നേതാക്കളും തമ്മിലൊരു ബന്ധം വരുള്ളൂ. ഇന്റേണൽ ഡെമോക്രസി ഏതൊക്കെ പാർട്ടികളുണ്ടോ അവരിൽ നേതാവും അണിയും തമ്മിലൊരു ബന്ധം കാണും. അപ്പോൾ താഴെ കിടക്കുന്നത് ആരാണോ അവനെ പൊക്കിക്കൊണ്ടുവരാൻ അറിയാം. ശരിയല്ലേ? അത് ഇപ്പോൾ എന്തുകൊണ്ടാണ് BJP പലയിടത്തും ചില നേതാക്കളെ പെട്ടെന്ന് ഇങ്ങനെ അത്ഭുതം പോലെ പൊക്കിയെടുക്കുന്നു? എന്താ അണ്ണാമലയെ കൊണ്ടുവന്ന് പിന്നെ അമിത്ഷായും മോദിയും കൂടെ പിന്നെ തമിഴ്നാട്ടിൽ വെച്ച് രാഷ്ട്രീയത്തെ മാറ്റിമറിച്ചത്? 5 വോട്ട് തികച്ചു കിട്ടാത്ത 2%, 3%, 5% വോട്ടിൽ നിന്ന BJP എന്തുകൊണ്ട് 20%-അടുപ്പിച്ച് വോട്ട് കിട്ടുന്ന വിധത്തിൽ തമിഴ്നാട്ടിൽ മാറി? ഒരൊറ്റയാൾ അണ്ണാമല എന്ന് പറഞ്ഞ ഒരു സിംഗം അല്ലേ? കോൺഗ്രസിനകത്ത് സിംഗങ്ങളുണ്ട്, യൂത്ത് കോൺഗ്രസിനകത്തുണ്ട്. പക്ഷേ അവരെ വളരാൻ അനുവദിക്കണം. അതിന് താങ്കൾ പറഞ്ഞ പോലെ ഈ ലിങ്ക് ഉണ്ടാക്കണം. ലിങ്ക് വരണമെങ്കിൽ ഇൻറ്റേർണൽ ഡെമോക്രസി വേണം. അല്ലാതെ ഇവിടുന്ന് ഒരാൾ അവിടെ പോയി പറയും, ആ നുണ കേട്ടിട്ട് AICC ഒരു തീരുമാനം എടുക്കും.
അത് വിജയിക്കില്ല. പണ്ടേ പല ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ പോലും ഇത്തരത്തിലും ഒരു രൂക്ഷമായിട്ടൊരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല. അതുപോലെ കൃത്യമായിട്ട് അവർക്ക് അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താനും പറ്റിയിട്ടുണ്ട്. ഇത്തവണ അത് പറ്റുന്നില്ല. ഇപ്പോഴാണ് അതിന്റെ കുറച്ചുകൂടെ രൂക്ഷമായിട്ട് മാറിയിരിക്കുന്നത്. പണ്ടത്തെ ഗ്രൂപ്പ് നേതാക്കൾ എന്ന് പറയുന്നുണ്ടല്ലോ, അവർ താഴെ തട്ടിൽ അറിയാവുന്ന ആളാണ്. കെ കരുണാകരൻ അറിയാം ആരാണ് നേതാവെന്ന്. കെ കരുണാകരനുണ്ടല്ലോ, ഈ ഞാനന്ന് കാഞ്ഞിരമ്പറ താമസിക്കുകയാണ്. ഈ ഇന്ദിരാ കോൺഗ്രസ് ഇന്ന് പാർട്ടി ഉണ്ടാക്കി. ഇന്ദിരാ കോൺഗ്രസിന് ആളില്ല. കാഞ്ഞിരമ്പാറ എൻ്റെ വീടിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് അവിടെ ഒരു ചായക്കടയൊക്കെ നടത്തി ഒതുങ്ങി ജീവിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. ഡാനിയൽ എന്നാണ് പേര്, കോൺഗ്രസ്സുകാരനാണ്. അവിടുത്തെ ബ്ലോക്ക് പ്രസിഡൻ്റ് എന്തോ ആണ്. അപ്പോൾ ഞാൻ രാവിലെ നോക്കുമ്പോൾ ഉണ്ട് ഒരു വെള്ള കാർ വന്ന് നിൽക്കുന്നു. നോക്കിയോ, നല്ല വെളുത്ത ഒരു മനുഷ്യൻ ഇറങ്ങി പോകുന്നു. അച്ഛനോട് അച്ഛൻ പറഞ്ഞു കരുണാകരനാണ് പോകുന്നത്, കെ കരുണാകരനാണ് പോകുന്നത്. ഈ ചെറിയ വീട്ടിൽ കെ കരുണാകരൻ വന്നിട്ട് അയാളോട് ഈ DCC അദ്ദേഹത്തിനോട് പറയാം, ഞാൻ നിങ്ങളെ DCC പ്രസിഡൻ്റ്. കാരണം ഡാനിയലിന് അത്രയ്ക്ക് പിന്തുണയുണ്ട്. ഡാനിയൽ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഡാനിയലിന് ഭയങ്കര സ്ഥാനമില്ലെങ്കിലും ഡാനിയലിന് ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനമുണ്ട്. അന്നത്തെ ഈസ്റ്റ് നിയോജകമണ്ഡലം വട്ടിയൂർക്കാവ് എന്ന് പറയുന്ന ഇന്നത്തെ നിയോജകമണ്ഡലത്തിൽ ആരെങ്കിലും ജയിപ്പിക്കാൻ ഇതൊക്കെ കഴിവുള്ളതായിരുന്നു ഡാനിയൽ. അപ്പോൾ ഡാനിയലിനോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ DCC സെക്രട്ടറിയോ DCC പ്രസിഡൻറ്റോ ആക്കും, നിങ്ങൾ എൻ്റെ കൂടെ വരണമെന്ന്. അപ്പോൾ ഡാനിയൽ പറഞ്ഞു, എനിക്ക് സാറേ DCC പ്രസിഡൻ്റൊന്നും ആവണ്ട, അതിനൊന്നുള്ള കപ്പാസിറ്റി എനിക്കില്ല, ഞാൻ DCC മെമ്പർ ആയിക്കോളാം, താങ്കളുടെ കൂടെ വരികയും ചെയ്യാമെന്ന് പറഞ്ഞു. ഇതാണ് നേതാവിൻ്റെ കഴിവ്. ഇത് ഒരിടത്ത് മാത്രമല്ല, ഇത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ മാത്രമല്ല, അന്നത്തെ ഈസ്റ്റ് മണ്ഡലത്തിൽ മാത്രമല്ല, 140 മണ്ഡലത്തിലും പോയി ഇങ്ങനെ താൻ അവിടെ നില്ല്, ഇപ്പുറത്ത് നില്ല്, മാലയത്ത് സരളാദേവി ഇവിടെ നില്ല്, ഇങ്ങനെ പറഞ്ഞ് ഓരോരുത്തരെ പിടിച്ച് നിർത്താൻ കെ കരുണാകരൻ അറിയാം. AK ആൻ്റണിക്ക് ഒരു ഇതറിയാം. ഉമ്മൻചാണ്ടിക്ക് ഇതിനേക്കാൾ നന്നായിട്ടറിയാം. കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ആളുകളുടെ ഇടയിൽ കിടന്ന് പിന്നെ ഇത് മാത്രമല്ലേ ഉള്ളൂ ജോലി, രാഷ്ട്രീയം. അദ്ദേഹത്തിന് നല്ലപോലെ അറിയാം. ഇന്നത്തെ കോൺഗ്രസ്സിലെ പല നേതാക്കൾക്കും ഇതറിയില്ല. താഴെ ആരുണ്ട്, ആരെ പിടിച്ചാൽ 10 വോട്ട് ആ ബൂത്തിൽ കിട്ടും, ഇത് കെ കരുണാകരൻ അറിയാം. അതാണ് കെ കരുണാകരൻ്റെ വിജയം. AK ആൻ്റണിക്കും അതറിയാമായിരുന്നു, ഉമ്മൻചാണ്ടിക്കും അതറിയാമായിരുന്നു. ഗ്രൗണ്ട് അറിയണം, എങ്കിലേ ഗ്രൗണ്ടിൽ കിടന്ന് കളിക്കാൻ പറ്റും.